ഒരു അടിപൊളി ടൈം ട്രാവൽ സംഭവം പറയട്ടെ. നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് എങ്ങനെയാണ്? ആ വസ്തുവിന്റെ മേലെ പ്രകാശം പതിച്ച് ആ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തി നമ്മുടെ ബ്രെയിൻ പ്രോസസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. ഇനി രാത്രിയിൽ നമ്മൾ ആകാശത്തിലോട്ട് നോക്കുമ്പോൾ കുറേ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ ശരിക്കും കാണുന്നത് ആ നക്ഷത്രത്തിന്റെ അപ്പോഴത്തെ അവസ്ഥയെ അല്ല. പിന്നെ എന്താണ് നമ്മൾ കാണുന്നത്? സൂര്യന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെന്റോറി. പ്രോക്സിമ സെന്റോറിയിലേക്ക് നമുക്കുള്ള ദൂരം എന്ന് പറയുന്നത് 4 പ്രകാശവർഷമാണ്. അതായത് പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും. അപ്പോൾ ഇതേ വേഗത്തിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ 4 വർഷം എടുക്കും അവിടെ എത്താൻ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പ്രോക്സിമ സെന്റോറിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ 4 വർഷം മുമ്പുള്ള ആ നക്ഷത്രത്തെയാണ് കാണുന്നത്. ഇപ്പോൾ ഉള്ള നക്ഷത്രത്തെ കാണണമെങ്കിൽ ഇനിയും 4 വർഷം കാത്തിരിക്കണം. ഇപ്പോൾ ആകാശത്തിൽ നിൽക്കുന്ന ഓരോരോ നക്ഷത്രങ്ങളും പല പല ദൂരത്തിലാണ്. അതായത് 10 പ്രകാശവർഷം, 100 പ്രകാശവർഷം, 50 പ്രകാശവർഷം അകലെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 50 പ്രകാശവർഷം ദൂരെയുള്ള ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു ഗ്രഹത്തിൽ ഒരു ഏലിയൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ ഏലിയൻ ഒരു ടെലിസ്കോപ്പിലൂടെ ഈ ഭൂമിയിലോട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ നോക്കുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഞാനിരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും കാണുക? അവിടെ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്നെ, ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നതല്ലേ കാണേണ്ടത്. പക്ഷെ അതല്ല കാണുക. 50 വർഷം മുമ്പുള്ള ഈ സ്ഥലത്തിന്റെ അവസ്ഥയായിരിക്കും കാണുക. 50 വർഷം മുമ്പ് ഇവിടെ ഒരു വീട് പോലും ഇല്ല, ഇവിടെ വെറും കാടായിരുന്നു. നമ്മൾ ഈ പ്രപഞ്ചത്തേക്ക് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ആകാശത്തിലോട്ട് രാത്രി നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളെ മുഴുവൻ ആ നക്ഷത്രങ്ങളുടെ പാസ്റ്റാണ് നമ്മൾ കാണുന്നത്. 4 വർഷം, 10 വർഷം, 20 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നമുക്ക് കാണാനേ കഴിയില്ല. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കിളി മറന്നു പോകും.